പഠനവൈകല്യത്തിലേക്ക് എത്തുന്നത് തന്നെ ഇവരെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാതെ ബേസിക് ഫൗണ്ടേഷൻ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഫോണറ്റിക്സ് എന്ന് പറയാം, അതായത് ഉച്ചാരണം, ഇതും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചില വാക്കുകൾ പറയാൻ പറ്റത്തില്ല. അപ്പൊ ചെറുപ്പത്തിലെ സംസാരത്തിൽ ഡിലേ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ഉച്ചാരണത്തിൽ പ്രോബ്ലം കാണും. ചെറുപ്പത്തിലെ അവർക്ക് ശ്രദ്ധക്കുറവുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ അവൻ ലേണിംഗ് ഇഷ്യൂ വന്നു തുടങ്ങി. അങ്ങനെ വന്ന് കയറി വരുമ്പോഴാണ് 9th വരുമ്പോഴാണ് നമ്മളും നമ്മുടെ സർക്കാരും ആലോചിക്കുന്നതിനെ പറ്റി. ഒരു വർഷം 3000 കുട്ടികളാണ് നമുക്ക് അവിടെ ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് വരുന്നത്. ഈ 3000 കുട്ടികൾ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 10th പോകുമ്പോഴാണ്, 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഇവരെ അസസ്മെന്റ് കൊണ്ടുവരുന്നത്. ഈ അസസ്മെന്റ് ചെയ്യുന്നത് ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. ചെയ്ത ശേഷം ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് ഇവിടെ കൊണ്ടുവരും. ഈ മെഡിക്കൽ ബോർഡിൽ ഇരിക്കുന്ന ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻ, ഈ 3 പേര് ഡിസൈഡ് ചെയ്യുവാണ് ഈ കുട്ടിക്ക് സ്ക്രൈബിനെ വേണോ. ഇത് CBSE ആണോ കേരള? രണ്ടിലുണ്ട്. അപ്പൊ ഈ 2 ബോർഡ് നമ്മൾ ആവറേജ് ഒരു ജില്ലയിൽ 3000 കുട്ടികളുണ്ട്. ഒരു ജില്ലയിൽ മാത്രം 3000 പേര് വരുന്നുണ്ട്. അപ്പൊ ഈ അത്ര ജനറൽ ആണെന്നാണോ? അത് കാണാൻ ഒത്തിരി ഉണ്ട്, ഇത് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അപ്പൊ അതിനുശേഷം ഈ കുട്ടികൾ എന്ത് ചെയ്യാ, ഇവർക്ക് കാൽക്കുലേറ്റർ വേണ്ടാണ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കൊടുക്കാം, അങ്ങനെ ഓപ്ഷൻസ് അവർക്കുണ്ട്.